ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്ലാന്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് തൂക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഹോൾഡർ ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. 12 ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത്. അത് വീഡിയോക്കകത്ത് കാണുന്നവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 2 കോൺ ഷേപ്പിൽ 2 സെറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആ കോൺ ഷേപ്പുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അടിഭാഗത്തായിട്ട് 4 സൈഡിലും ഓരോ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിന് പകരം ഫെവിക്കോള, ഫെവിബോണ്ട്, ഫെവിക്വിക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ 4 സൈഡ് ഒട്ടിച്ചെടുത്തു. ഇനി 4 പീസുകൾ എടുത്തിട്ട് അത് 2 ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4 സൈഡിലും ഗ്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വേസ് പോലെ സെറ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിനെ അടിഭാഗത്തായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലവർ വേസിനെ കളറൊന്നും അടിക്കുന്നില്ല, ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഭിത്തി ഹാങ് ചെയ്തിടാനായിട്ട് ഒരു വൂൾ ആൻഡ് ത്രെഡ് കൊണ്ട് ഒരു ഹാങ്ങിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡ് ടേപ്പ് ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പർ പ്ലാന്റോ എന്തെങ്കിലും ആണ്. അതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി, ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്ന് കുറച്ച് ചുരുട്ടിയിട്ട് ഞാൻ ആ ബേസിൻ്റെ അകത്തായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഇതുപോലെ 2 ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് 2 ഞാൻ ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഈ വർഷം ഇന്നത്തോടു കൂടി അവസാനിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് നേരുന്നു. അപ്പോൾ അടുത്ത വർഷം പുതിയൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ.